നമസ്കാരം, എൻ്റെ പേര് അമ്പിളി. എല്ലാവർക്കും എൻ്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 8ാം ക്ലാസ്സിലെ കേരള പാഠാവലി മലയാളം. അതിലെ യൂണിറ്റ് 3 അന്യജീവനുതകി സ്വജീവിതം എന്നതിലെ പ്രവേശകവും എൻ്റെ ഗുരുനാഥൻ എന്ന കവിതയുമാണ്. നമുക്ക് ആദ്യം പ്രവേശകത്തിലേക്ക് പോകാം, അല്ലേ? ഇവിടെ ഒരു കത്താണ്, ഒരു എഴുത്താണ് നമുക്ക് പ്രവേശകമായിട്ട് നൽകിയിട്ടുള്ളത്. ഇന്നത്തെ കാലത്ത് ഇതുപോലെ കത്തുകൾ എഴുതുന്നതിന് വലിയ പ്രസക്തിയില്ല. സാങ്കേതികപരമായിട്ട് നമ്മൾ വളരെയധികം മുന്നോട്ട് പോയതിനാൽ എഴുത്തെഴുതി വിവരങ്ങൾ അറിയിക്കുന്ന സമ്പ്രദായം നന്നേ കുറവാണ് ഇക്കാലത്ത്. നിമിഷ നേരം കൊണ്ട് ഇന്റർനെറ്റ് മുഖാന്തിരം ഇമെയിൽ അയക്കുകയും മറ്റും ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഉള്ളതുകൊണ്ട് ചുരുക്കത്തിൽ എഴുതുന്നതിനുള്ള പ്രാധാന്യം കുറഞ്ഞിരിക്കുന്നു എന്ന് തന്നെ പറയാം. ഇവിടെ ഈ പാഠത്തിലേക്ക്, ഈ പ്രവേശകത്തിലേക്ക് ഒന്ന് ശ്രദ്ധിക്കൂ. ഇത് ആർക്കെഴുതിയ കത്താണ്? മറ്റാരുമല്ല, നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വിൻസ്റ്റൺ ചർച്ചിലിന് എഴുതിയ ഒരു കത്താണ് നമുക്ക് പ്രവേശകമായിട്ട് നൽകിയിട്ടുള്ളത്. കത്തിന് ആദ്യം വലതുവശത്ത് സ്ഥലവും തീയതിയും വെക്കേണ്ടതാണ്. ഇവിടെ സ്ഥലം ഇന്ത്യ, തീയതി 17/7/1945. എത്ര വർഷം മുമ്പുള്ള ഒരു കത്താണിത്, അല്ലേ? 2ാം ലോകമഹായുദ്ധം നടക്കുന്ന കാലത്ത് നമ്മുടെ മഹാത്മജി വൈസ്രോയി മുഖാന്തിരം ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വിൻസ്റ്റൺ ചർച്ചിലിന് അയച്ച ഒരു കത്ത് ആണിത്. അപ്പോൾ സ്ഥലവും തീയതിയും നമ്മൾ വെച്ചു, അതിൽ കണ്ടു. അതിനുശേഷം ഒരു കത്തിൽ എന്താണ് വേണ്ടത്? നമ്മൾ ആർക്കാണോ കത്തെഴുതുന്നത് അവർക്കൊരു സംബോധന വേണം, അല്ലേ? ഇവിടെ പ്രിയപ്പെട്ട പ്രധാനമന്ത്രി, നമ്മൾ നമ്മുടെ കൂട്ടുകാരനാണ് കത്തെഴുതുന്നതെങ്കിൽ പ്രിയ കൂട്ടുകാരാ, കൂട്ടുകാരി. നമ്മൾ ബഹുമാനിക്കേണ്ട ആളുകൾക്കാണെങ്കിൽ ബഹുമാനപ്പെട്ട സർ. ഇങ്ങനെ ഏതൊരു കത്തിനും നമ്മളൊരു സംബോധന വെക്കണം. ഇവിടെ മഹാത്മജി ബ്രിട്ടീഷ് പ്രധാനമന്ത്രിക്ക് എഴുതിയ കത്താണല്ലോ, അതുകൊണ്ട് സംബോധന പ്രിയപ്പെട്ട പ്രധാനമന്ത്രി എന്നാണ്. നമുക്ക് കത്തിലേക്ക് ഒന്ന് പോകാം. എളിയ ഈ നഗ്നനായ ഫക്കീറിനെ താങ്കൾ എന്നെ അങ്ങനെ വിശേഷിപ്പിച്ചതായിട്ട് പറയപ്പെടുന്നു. മഹാത്മജി എഴുതുകയാണ്, എളിയ എന്ന് വെച്ചാൽ ചെറിയവൻ, ചെറിയവനായ എന്നെ അങ്ങ് എങ്ങനെയാണ് വിശേഷിപ്പിച്ചത്? നഗ്നനായ ഫക്കീർ എന്ന്. ഫക്കീർ എന്നാൽ ഒരു ഇസ്ലാം സന്യാസി, മുസ്ലിം സന്യാസിമാരെയാണ് സാധാരണ ഫക്കീർ എന്ന് വിശേഷിപ്പിക്കുക. ഇവിടെ വിൻസ്റ്റൺ ചർച്ചിൽ മഹാത്മജിയെ നഗ്നനായ ഫക്കീർ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നു. എന്താണ് അങ്ങനെ പറയാനുള്ള കാരണം? നമുക്കറിയാം അത് എന്താണെന്ന്. നിങ്ങളെല്ലാവരും മഹാത്മജിയുടെ ചിത്രങ്ങൾ ധാരാളം കണ്ടിട്ടുണ്ടാകുമല്ലോ. അദ്ദേഹം ഏതു തരത്തിലുള്ള വസ്ത്രമാണ് ധരിക്കുക? അദ്ദേഹം ഒരു മുണ്ട് ഉടുത്തിട്ടുണ്ടാകും. സാധാരണ അതുമാത്രമാണ് ഉണ്ടായിരിക്കുക. ചിലപ്പോൾ മേൽവസ്ത്രമായിട്ട് ഒരു ചെറിയ മുണ്ടോ തോർത്തോ ശരീരത്തിൽ ഇട്ടിട്ടുണ്ടാകും. അപ്പോൾ ശരീരത്തിന്റെ പകുതി ഭാഗത്ത് വസ്ത്രമില്ലാത്തത് കൊണ്ടാണ് നഗ്നനായ ഫക്കീർ എന്ന് വിൻസ്റ്റൺ ചർച്ചിൽ പറയുന്നത്. മഹാത്മജി എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെയുള്ള ഒരു വസ്ത്രധാരണം സ്വീകരിച്ചത്? അതിന്റെ കാരണം നിങ്ങൾക്കറിയാമോ? അദ്ദേഹം ബ്രിട്ടനിലൊക്കെ പോയി ബാരിസ്റ്റർ പരീക്ഷ, വക്കീൽ പരീക്ഷയൊക്കെ പാസ്സായ, പഠിച്ച് ജയിച്ചു വന്ന ഒരു വലിയ വ്യക്തിയാണ്. ആദ്യ കാലങ്ങളിലെല്ലാം അദ്ദേഹം പാന്റും ഷർട്ടും കോട്ടും ഒക്കെ ധരിച്ചാണ് സഞ്ചരിച്ചിരുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു വസ്ത്രധാരണ രീതി അദ്ദേഹം സ്വീകരിക്കാൻ കാരണം?
ഒരിക്കൽ അദ്ദേഹം യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു സ്ഥലത്ത് കുറേ തൊഴിലാളികൾ കരിങ്കല്ല് പൊട്ടിക്കുന്നത് കണ്ടു. വലിയ വലിയ കരിങ്കല്ലുകൾ പൊട്ടിച്ച് ചെറിയ ചെറിയ പീസുകളാക്കുന്ന ജോലി. മഹാത്മജി അവരുടെ അടുത്തേക്ക് ചെന്നു. അവർ ആകെ മുഷിഞ്ഞ് നാറിയ ചീഞ്ഞ മണം വരുന്ന വസ്ത്രങ്ങളാണ് ധരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ വിയർപ്പിന്റെയും ഈ വസ്ത്രത്തിന്റെ അഴുക്കിന്റെയും ഒക്കെ ദുർഗന്ധം ധാരാളമായിട്ടുണ്ടായിരുന്നു. ഗാന്ധിജി ചോദിച്ചു, നിങ്ങൾ എന്താണ് ഇങ്ങനെ നിങ്ങളുടെ വസ്ത്രങ്ങളൊന്നും കഴുകാതെ വൃത്തിയാക്കാതെ നടക്കുന്നത്? നിങ്ങൾക്ക് അങ്ങനെ ചെയ്തുകൂടെ എന്ന്. അപ്പോൾ അവർ എന്താണ് പറഞ്ഞത്? ഞങ്ങൾ ഇത് കഴുകുകയാണെങ്കിൽ, കഴുകാൻ ഊരിയെടുക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ധരിക്കാൻ വേറെ വസ്ത്രമില്ല എന്ന്. അപ്പോൾ അവർക്ക് ആകെ ആ ഒരൊറ്റ വസ്ത്രമേ ഉള്ളൂ. അത് ഇടുമ്പോൾ മുതൽ അത് കീറിപ്പോകുന്നത് വരെ അവർ ഊരി കഴുകുന്നില്ല, ഊരി മാറ്റുന്നില്ല. കാരണം അവർക്ക് മാറി ധരിക്കാൻ മറ്റൊരു വസ്ത്രം ഇല്ല. ഇത് ഗാന്ധിജിയുടെ മനസ്സിനെ വളരെ വേദനിപ്പിച്ചു. തന്റെ രാജ്യക്കാർ ഇപ്പോഴും പരമദരിദ്രരാണെന്നും മാറിയുടുക്കാൻ ഒരു വസ്ത്രം പോലും ഇല്ലാത്തവരാണെന്നും അദ്ദേഹം മനസ്സിലാക്കി. അന്ന് അദ്ദേഹം ഒരു തീരുമാനം എടുക്കുകയാണ്. എൻ്റെ രാജ്യത്തുള്ള ആളുകൾ എല്ലാവരും നല്ല രീതിയിൽ സമ്പന്നരാകുന്ന കാലത്ത്, അവർക്ക് മാറിയുടുക്കാൻ വസ്ത്രങ്ങൾ ഉണ്ടാകുന്ന കാലത്ത് മാത്രമേ താനും നല്ല വസ്ത്രങ്ങൾ ധരിക്കൂ എന്ന്. എന്നാൽ ഗാന്ധിജിക്ക് മരണം വരെ ആ തീരുമാനത്തിൽ നിന്നും മാറാൻ സാധിക്കുന്നില്ല. അദ്ദേഹം ആ ഒരു മുണ്ടോ അല്ലെങ്കിൽ ഒരു തോർത്ത് ശരീരത്തിൽ ഇട്ടുകൊണ്ടോ ആണ് ജീവിതകാലം മുഴുവൻ ജീവിച്ചത്. ബ്രിട്ടനിൽ വട്ടമേശ സമ്മേളനത്തിന് പോകുന്ന അവസരങ്ങളിൽ പോലും അദ്ദേഹം ഈ വസ്ത്രധാരണ രീതി തന്നെയാണ് സ്വീകരിച്ചിരുന്നതും. അതുകൊണ്ടായിരിക്കാം ബ്രിട്ടീഷ് പ്രധാനമന്ത്രി അദ്ദേഹത്തെ പരിഹസിക്കുന്നത് അർദ്ധനഗ്നനായ ഫക്കീർ എന്ന്. നമുക്ക് വീണ്ടും പ്രവേശകത്തിലേക്കൊന്ന് പോകാം. എളിയ ഈ നഗ്നനായ ഫക്കീറിനെ താങ്കൾ അങ്ങനെ വിശേഷിപ്പിച്ചതായി പറയപ്പെടുന്നു. തകർക്കാൻ താങ്കൾക്ക് ആഗ്രഹമുണ്ടെന്ന് അറിയുന്നു. ഒരു ഫക്കീറായിരിക്കാൻ, നഗ്നനായ ഒരു ഫക്കീറായിരിക്കാൻ വളരെ കാലമായി ഞാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗാന്ധിജി പറയുന്നു, അങ്ങനെ നഗ്നനായ ഫക്കീർ എന്ന് വിശേഷിപ്പിച്ചു. പക്ഷേ ഞാൻ ഒരു നഗ്നനായ ഫക്കീർ ആകാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. കുറെ കൂടി പ്രയാസമുള്ള ഒരു ഉദ്യമമാണത്. വളരെ പ്രയാസമാണ്. ഇങ്ങനെ വസ്ത്രം ധരിച്ച് നഗ്നനായ ഒരു ഫക്കീറാകാൻ വളരെ പ്രയാസമാണ്. അതിനാൽ ആ പ്രയോഗത്തെ ഒരു ബഹുമതിയായി ഞാൻ ഗണിക്കുന്നു. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെ ആ പരിഹാസ വാക്ക്, നഗ്നനായ ഫക്കീർ എന്ന് പറഞ്ഞത്, മഹാത്മജി എന്തായിട്ടെടുക്കുന്നു? അദ്ദേഹം ഒരു ബഹുമതിയായിട്ടെടുക്കുന്നു. തന്നെ അങ്ങനെ പറഞ്ഞത് അതിൽ ദേഷ്യമോ പ്രതികാരമോ അല്ല അദ്ദേഹത്തിന് ഉണ്ടാകുന്നത്. മറിച്ച് ആ പ്രയോഗത്തിൽ നിന്നും തനിക്കതൊരു ബഹുമതിയായി എന്ന് അദ്ദേഹം കണക്കാക്കുന്നു. താങ്കൾ അങ്ങനെ ഉദ്ദേശിച്ചിരിക്കുകയില്ലെങ്കിലും, അതൊരു ബഹുമതിക്ക് വേണ്ടിയിട്ടല്ല വിൻസ്റ്റൺ ചർച്ചിൽ പറഞ്ഞത്, നമുക്കറിയാം. അദ്ദേഹം അത് കളിയാക്കി തന്നെ പറഞ്ഞതാണ്. പക്ഷേ മഹാത്മജി അതിനെ ബഹുമതിയായി സ്വീകരിച്ചു. ആ നിലയിൽ തന്നെ താങ്കളെ ഞാൻ സമീപിക്കുന്നു. താങ്കൾ പറഞ്ഞ അതേപോലെ നഗ്നനായ ഫക്കീറായിട്ടു തന്നെ ഞാൻ അങ്ങയുടെ അടുത്തേക്ക് വരികയാണ്. താങ്കളുടെയും എന്റെയും നാട്ടിലെ ജനതകൾക്ക് വേണ്ടിയും തദ്വാര ലോക ജനതയ്ക്ക് വേണ്ടിയും എന്നെ വിശ്വസിക്കാനും പ്രയോജനപ്പെടുത്താനും താങ്കളോട് ഞാൻ ആവശ്യപ്പെടുന്നു. മഹാത്മജി ബ്രിട്ടനിലേക്ക് ചെല്ലുകയാണ്. അവിടെ നടക്കുന്ന ഒരു മീറ്റിംഗിൽ, വട്ടമേശ സമ്മേളനം പോലെയുള്ള എന്തോ ഒരു മീറ്റിംഗിൽ പങ്കെടുക്കാനായിട്ട് അദ്ദേഹം ബ്രിട്ടനിലേക്ക് പോകുകയാണ്. അവിടെ ചെല്ലുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? താങ്കളുടെയും എന്റെയും നാട്ടിലെ ജനതകൾക്കു വേണ്ടിയും തദ്വാര ലോക ജനതയ്ക്കു വേണ്ടിയും. നോക്കൂ ഗാന്ധിജിയുടെ ഒരു കാഴ്ചപ്പാട്. താങ്കളുടെ ബ്രിട്ടീഷ് ജനതയ്ക്ക് വേണ്ടിയും എന്റെ നാട്ടിലെ ജനതയ്ക്ക് വേണ്ടിയും മാത്രമല്ല, ലോക ജനതയ്ക്ക് വേണ്ടിയിട്ടും, ഈ ലോകത്തെ മുഴുവൻ
ഒന്നായി കാണുകയാണ് മഹാത്മജി. ലോകം ഒന്നാണ്. ലോകത്തിലെ മനുഷ്യരെല്ലാം വിഭിന്ന രാജ്യങ്ങളിലെ ആളുകളല്ല, എല്ലാവരും ഒന്നാണ്, ഭൂമിയുടെ മക്കളാണ്. അപ്പോൾ എല്ലാ ജനതയ്ക്ക് വേണ്ടിയും, ലോക ജനതയ്ക്ക് വേണ്ടിയും എന്നെ വിശ്വസിക്കാനും പ്രയോജനപ്പെടുത്താനും താങ്കളോട് ഞാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു എന്ന് താങ്കളുടെ ആത്മാർത്ഥ സുഹൃത്ത് MK ഗാന്ധി. ഇവിടെ കത്ത് അവസാനിപ്പിക്കുമ്പോൾ എഴുതിയത് ആരാണ് എന്ന് നമ്മൾ പറയേണ്ടതാണ്. അതാണ് ഇവിടെ താങ്കളുടെ ആത്മാർത്ഥ സുഹൃത്ത്, താഴെ പേര്. ഇവിടെ കത്ത് എഴുതുമ്പോഴും നമ്മുടെ ശത്രുരാജ്യമാണ് ബ്രിട്ടൻ എന്ന് ഓർക്കണം. വർഷങ്ങളായിട്ട് നമ്മുടെ രാജ്യത്തെ അടിമ ആക്കി വെച്ച് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആ രാജ്യത്തിലെ പ്രധാനമന്ത്രിയെ പോലും നമ്മുടെ മഹാത്മജി സംബോധന ചെയ്യുന്നത് പ്രിയപ്പെട്ട പ്രധാനമന്ത്രി എന്നാണ്. കത്ത് അവസാനിപ്പിക്കുമ്പോൾ താങ്കളുടെ ആത്മാർത്ഥ സുഹൃത്ത് എന്നും പറയുന്നു. അപ്പോൾ എത്ര വിനയം നിറഞ്ഞ ഒരു കത്താണ്, വാക്കുകളാണ് നമ്മൾ ഇതിൽ നിന്നും കാണുന്നത്. ഇതാണ് നമുക്ക് പ്രവേശകമായിട്ട് തന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതിന്റെ സാരാംശം മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പ്രവേശകം പഠിച്ചു കഴിഞ്ഞല്ലോ. ഇനി നമുക്ക് നമ്മുടെ കവിതയിലേക്ക്, എൻ്റെ ഗുരുനാഥൻ എന്ന കവിതയിലേക്ക് പ്രവേശിക്കാം. ഈ കവിത എഴുതിയിരിക്കുന്നത് മഹാകവി വള്ളത്തോൾ നാരായണ മേനോനാണ്. മലയാള കവിതയ്ക്ക് 2 ഘട്ടങ്ങളുണ്ട്. ഒന്ന് പ്രാചീന കവിത്രയം, 2 ആധുനിക കവിത്രയം. പ്രാചീന കവിത്രയത്തിലെ കവികളാണ് ചെറുശ്ശേരി എഴുത്തച്ഛൻ, കുഞ്ചൻ നമ്പ്യാർ. ആധുനിക കവിത്രയത്തിലെ 3 കവികളാണ് കുമാരനാശാൻ, ഉള്ളൂർ S പരമേശ്വരയ്യർ, വള്ളത്തോൾ നാരായണ മേനോൻ. ഈ ആധുനിക കവിത്രയത്തിലെ കവിയായ വള്ളത്തോൾ നാരായണ മേനോന്റെ കവിതയാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. വള്ളത്തോളിനെ കുറിച്ച് നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ട്. തൃശ്ശൂരിനടുത്ത് ചെറുതുരുത്തിയിൽ കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് വള്ളത്തോളാണ്. അദ്ദേഹം ധാരാളം ഖണ്ഡകാവ്യങ്ങൾ, ശിഷ്യനും മകനും, അച്ഛനും മകളും, മഗ്ദലന മറിയം, ബന്ധനസ്ഥനായ അനിരുദ്ധൻ, ബധിരവിലാപം തുടങ്ങി എഴുതിയിട്ടുണ്ട്. ചിത്രയോഗം എന്ന പേരിൽ ഒരു മഹാകാവ്യവും അദ്ദേഹം രചിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അതിമനോഹരമായ അനേകം കവിതകൾ സമാഹരിച്ചിട്ടുള്ള സാഹിത്യമഞ്ജരി, അത് 1 മുതൽ 11 വാല്യം വരെ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നത് കൊണ്ടാകാം അദ്ദേഹത്തിൽ ദേശഭക്തി ധാരാളമായിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ദേശഭക്തി നിറഞ്ഞ അനേകം കവിതകൾ രചിച്ചിട്ടുണ്ട്. ഇത്തരം കവിതകൾ സമാഹരിച്ചിട്ടുള്ള കവിതാ സമാഹാരങ്ങളാണ് സാഹിത്യ മഞ്ജരി. അതിലെ ഒരു കവിത നമ്മൾ ധാരാളം കേട്ടിട്ടുള്ളതാണ്, എങ്കിലും ഒരു കവിത, അതിന്റെ കുറച്ചു വരികൾ ഞാനൊന്ന് ചൊല്ലാം. മാതൃവന്ദനം എന്നാണ് കവിതയുടെ പേര്. മാതാവിനെ വന്ദിക്കുന്നു. വന്ദിപ്പിൻ മാതാവിനെ, വന്ദിപ്പിൻ മാതാവിനെ, വന്ദിപ്പിൻ വരേണ്യയെ, വന്ദിപ്പിൻ വരദയെ. എത്രയും തപശക്തി പൂണ്ട ജാമദഗ്നിന് സത്രാജിത്തിനു പണ്ട് സഹസ്രകരൻ പോലെ. പശ്ചിമരത്നാകരം പ്രീതിയാൽ ദാനം ചെയ്ത വിശ്വൈക മഹാരത്നമല്ലി നമ്മുടെ രാജ്യം. വന്ദിപ്പിൻ മാതാവിനെ, വന്ദിപ്പിൻ മാതാവിനെ, വന്ദിപ്പിൻ വരേണ്യയെ, വന്ദിപ്പിൻ വരദയെ. ഈ കവിത നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതിമനോഹരമായിട്ട് സ്വന്തം നാടിനെ പ്രകീർത്തിച്ചുകൊണ്ട് എഴുതിയ കവിതയാണ് മാതൃവന്ദനം. പിന്നെ മറ്റൊന്ന് എപ്പോഴും നമ്മൾ കേൾക്കാറുള്ളതാണ്, ഭാരതമെന്ന് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം, കേരളമെന്ന് കേട്ടാലോ
തിളയ്ക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ. ഇതും കേട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് കവിയെക്കുറിച്ച് ഏകദേശ ധാരണ ഉണ്ടായിക്കഴിഞ്ഞല്ലോ. അടുത്തതായിട്ട് നമുക്ക് കവിതയിലേക്കൊന്ന് പോകാം. കവിതയൊന്ന് ചൊല്ലാം അല്ലേ? പാഠപുസ്തകത്തിലെ ശ്രദ്ധിക്കൂ. ലോകമേ തറവാട് തനിക്കീ ചെടികളും പുൽകളും പുഴുക്കളും കൂടിത്തൻ കുടുംബക്കാർ. ത്യാഗമെന്നതേ നേട്ടം താഴ്മദാനഭ്യുന്നതി യോഗവിത്തേവം ജയിക്കുന്നിതൻ ഗുരുനാഥൻ. താരകാമണിമാല ചാർത്തിയാലതും കൊള്ളാം, കാറണിച്ചെളി നീളെ പുരണ്ടാലതും കൊള്ളാം. ഇല്ലിഹ സംഘം ലേപമെന്നിവ സമസ്വച്ഛമല്ലയോ വിഹായസ് ഔവണ്ണമെൻ ഗുരുനാഥൻ. ശസ്ത്രമെന്നിയെ ധർമ്മസങ്കരം നടത്തുന്നോൻ, പുസ്തകമെന്നീ പുണ്യാധ്യാപനം പുലർത്തുന്നോൻ. ഔഷധമെന്നേ രോഗം ശമിപ്പിപ്പവൻ, ഹിംസാദോഷമെന്നിയേ യജ്ഞം ചെയ്വനെന്നാചാര്യൻ. ശാശ്വതം അഹിംസയാണം മഹാത്മാവിൻ വ്രതം, ശാന്തിയാണവിടേക്ക് പരദേവത പണ്ടേ. ഓതുമാറുണ്ടദ്ദേഹം അഹിംസാമണിച്ചട്ട, ഏതുടവാളിൻ കൊടുവായ്ത്തലമടക്കാത്തു. ക്രിസ്തുദേവന്റെ പരിത്യാഗശീലവും സാക്ഷാൽ കൃഷ്ണനാം ഭഗവാന്റെ ധർമ്മരക്ഷോപായവും. ബുദ്ധന്റെ അഹിംസയും ശങ്കരാചാര്യരുടെ ബുദ്ധിശക്തിയും ദേവന്റെ ദയാവായ്പും. ശ്രീഹരിചന്ദ്രനുള്ള സത്യവും മുഹമ്മദിൻ സ്ഥൈര്യവും ഒരാളിൽ ചേർന്നുത്തു കാണണമെങ്കിൽ ചെല്ലുവിൻ ഭവാൻമാരൻ ഗുരുവിൻ നികടത്തിൽ. അല്ലായികിലവിടുത്തെ ചരിത്രം വായിക്കുവിൻ. ഹാ തത്ര ഭവൽപാദം ഒരിക്കൽ ദർശിച്ചെന്നാൽ, കാതരൻ അതിധീരൻ കർക്കശൻ കൃപാവശൻ. പിശുക്കൻ പ്രധാനോൽക്കൻ പിശുനൻ സുവചനൻ, അശുദ്ധൻ പരിശുദ്ധൻ അലസൻ സദായാസൻ. ഗീതയ്ക്കു മാതാവായ ഭൂമിയെ ദൃഢമിത്, മാതിരിയൊരു കർമ്മയോഗിയെ പ്രസവിക്കൂ. ഹിമവത് വിന്ധ്യാചല മധ്യദേശത്തെ കാൺമൂ, ശമമേ ശീലിച്ചെഴും ഇത്തരം സിംഹത്തിനെ. ഗംഗയാറൊഴുകുന്ന നാട്ടിലെ ശരിക്കിത്ര മംഗളം കായ്ക്കും കൽപ്പപാദപമുണ്ടായി വരൂ. സാഹിത്യമഞ്ജരി 4ാം ഭാഗം. ഇതിലെ കവിതാഭാഗമാണ് നമ്മളിപ്പോൾ വായിച്ചത്. നമുക്ക് ഇനി കവിതയുടെ ആശയത്തിലേക്കൊന്ന് പോകാം. കവി മഹാത്മാഗാന്ധിയെ അദ്ദേഹത്തിന്റെ ഗുരുനാഥനായിട്ട് കാണുന്നു. തന്റെ ഗുരുവിന്റെ ഗുണവിശേഷങ്ങൾ, ശ്രേഷ്ഠതകൾ ഈ കവിതയിലൂടെ അദ്ദേഹം നമുക്ക് പറഞ്ഞു തരുന്നു. നോക്കാം. ലോകമേ തറവാട്. തന്റെ ഗുരുവിന് ലോകം തറവാടിന് തുല്യമാണ്. തറവാട് നമ്മുടെ അച്ഛനമ്മമാരുടെയെല്ലാം വീട്. അവിടെ എല്ലാവരും, ആ വീട്ടിലുള്ള എല്ലാവരും വളരെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കുന്നു. ഗാന്ധിജിക്ക് ഈ ലോകം തറവാടിന് തുല്യമാണ്. വസുദൈവ കുടുംബകം എന്ന ഒരു ആശയമാണ് നമ്മളിവിടെ കാണുന്നത്. വസുധ ഭൂമി, ഭൂമിയാകുന്ന കുടുംബം. നമ്മുടെ കുടുംബം ഭൂമിയാണ്. അങ്ങനെ ചിന്തിച്ചാൽ ഈ ലോകത്തിൽ ഒരു
അത്യാപത്തും ഉണ്ടാവുകയില്ല. എല്ലാവരും ഭൂമിയുടെ മക്കളാണ്. എല്ലാവരും ഐക്യത്തോടെ, സ്നേഹത്തോടെ, സമാധാനത്തോടെ ജീവിക്കണം എന്ന ഒരു ചിന്ത ഉണ്ടായാൽ ഈ ഭൂമിയിൽ ഇത്തരത്തിലുള്ള യുദ്ധങ്ങളോ വിപ്ലവങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവുകയില്ല. ഇവിടെ വസുധൈവ കുടുംബകം എന്ന ഒരു ആശയവും കൂടി വന്നു ചേരുന്നുണ്ട്. അദ്ദേഹത്തിന് ഈ ഭൂമിയിലുള്ള ചെറുതും വലുതുമായ എല്ലാം അദ്ദേഹത്തിന് കുടുംബക്കാരാണ്. തനിക്ക് ചെടികളും പുൽകളും പുഴുക്കളും കൂടിത്തൻ കുടുംബക്കാർ. തന്റെ കുടുംബത്തിലെ അംഗങ്ങളായിട്ട് മനുഷ്യരെ മാത്രമല്ല, ചെടികളെയും പുല്ലിനെയും എന്തിന് ചെറുജീവികളായ പുഴുക്കളെയും പോലും അദ്ദേഹം കുടുംബക്കാരായിട്ട് കാണുന്നു. ത്യാഗം എന്നതേ നേട്ടം. തന്റെ ഗുരുനാഥന്റെ നേട്ടമായിട്ട് കവി കാണുന്നത് ത്യാഗമാണ്. സ്വന്തം സുഖത്തിന് ഒട്ടും പ്രാധാന്യം കൽപ്പിക്കാതെ മറ്റുള്ളവരുടെ സുഖത്തിനു വേണ്ടി ജീവിതത്തെ ഉപയോഗിക്കുന്നതാണ് ത്യാഗം. ഇവിടെ ഗാന്ധിജി അദ്ദേഹത്തിന്റെ ജീവിതത്തിന് ഒട്ടും പ്രാധാന്യം കൊടുക്കുന്നില്ല. ബ്രിട്ടനിൽ പോയി വക്കീൽ പരീക്ഷയൊക്കെ പാസ്സായി വന്ന് നല്ല നിലയിൽ ജീവിക്കാൻ വളരെയധികം സാധ്യതകളുള്ള ഒരു വ്യക്തിയായിരുന്നു മഹാത്മാഗാന്ധി. പക്ഷേ അദ്ദേഹം അതെല്ലാം ഉപേക്ഷിച്ചിട്ട് ഇന്ത്യയിലെ സാധാരണക്കാർക്ക് വേണ്ടി, നമ്മുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ജീവിതത്തെ ഉപയോഗിക്കുകയാണ് ചെയ്തത്. സ്വന്തം ജീവിത സുഖങ്ങൾക്ക് ഒട്ടും തന്നെ പ്രാധാന്യം നൽകിയിരുന്നില്ല. അതുകൊണ്ടാണ് കവി പറയുന്നത് തന്റെ ഗുരുനാഥന്റെ ഏറ്റവും വലിയ നേട്ടം ത്യാഗമാണെന്ന്. നമ്മുടെ അച്ഛനമ്മമാർ നമുക്ക് വേണ്ടി ത്യാഗം ചെയ്യുന്നില്ലേ? തീർച്ചയായും അവർ നമ്മളെ വളർത്തുന്നു, നമ്മളെ വിദ്യാഭ്യാസം ചെയ്യിക്കുന്നു. അവരുടെ കാര്യങ്ങളെല്ലാം മാറ്റി വച്ചിട്ടാണ് അവർ അങ്ങനെയെല്ലാം ചെയ്യുന്നത്. എന്തിനു വേണ്ടി? മക്കളായ നമ്മൾ നല്ല നിലയിലെത്താൻ വേണ്ടി. അപ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി സ്വന്തം സുഖങ്ങളെ ഉപേക്ഷിക്കുന്നതിനാണ് ത്യാഗം. ആ ത്യാഗമാണിവിടെ നമ്മുടെ മഹാത്മജി ചെയ്തിരിക്കുന്നത്. താഴ്മ താൻ അഭ്യുന്നതി. താഴ്മ, വിനയമാണ് ഉന്നതി, ഉയർച്ചയായിട്ട് കാണുന്നത്. ഗാന്ധിജിയിൽ കാണുന്ന ഒരു സ്വഭാവമാണ് താഴ്മ. എപ്പോഴും താഴ്മ, വിനയത്തോടു കൂടി മാത്രമേ അദ്ദേഹം ജീവിക്കാറുള്ളൂ, പെരുമാറാറുള്ളൂ, സംസാരിക്കാറുള്ളൂ. എത്ര ഉന്നത പദവിയിൽ എത്തിയാലും നമ്മൾ ഓരോരുത്തരും ഓർക്കേണ്ട ഒരു കാര്യമാണ്, അഹങ്കാരം പാടില്ല, മറിച്ച് വിനയത്തോടുകൂടി താഴ്മയോടുകൂടി ജീവിക്കണം. അപ്പോൾ അത് ഗുരുവില് കവി കാണുന്ന രണ്ട് കാര്യങ്ങൾ, ഒന്ന് ത്യാഗം, മറ്റൊന്ന് താഴ്മ. കഴിഞ്ഞില്ല. യോഗവിദ്യേവം ജയിക്കുന്നിതൻ ഗുരുനാഥൻ. എല്ലാ യോഗവിദ്യകളും അറിയുന്നവനാണ്, അതിനെയെല്ലാം ജയിച്ചവനാണ് എൻ്റെ ഗുരുനാഥൻ. അദ്ദേഹം താരകാമണിമാല ചാർത്തിയാൽ അതും കൊള്ളാം. താരകം, നക്ഷത്രം. ആകാശത്ത് നക്ഷത്രം അങ്ങനെ മിന്നിത്തിളങ്ങി നിൽക്കുമ്പോൾ എന്തൊരു ഭംഗിയാണ്. നമ്മൾ അതങ്ങനെ കാണാറുണ്ട് അല്ലെ? നിരനിരയായിട്ട് നക്ഷത്രങ്ങൾ നിൽക്കുന്നത്. ആ നക്ഷത്രങ്ങളെ പോലെ ശോഭയുള്ള മണിമാല, അത് ചാർത്തിയാൽ അതും അദ്ദേഹം സ്വീകരിക്കും. കാറണിച്ചെളി നീളെ പുരണ്ടാൽ അതും കൊള്ളാം. തന്റെ ശരീരത്തിൽ കാറണിച്ചെളി, കാർമേഘത്തിന്റെ നിറമുള്ള കറുത്ത ചെളി, അത് പുരണ്ടാൽ അതും അദ്ദേഹം സ്വീകരിക്കും. അപ്പൊ നല്ലതും സ്വീകരിക്കും, ചീത്തയും സ്വീകരിക്കും. നക്ഷത്രങ്ങളുടെ മാല വന്നാൽ അതും സ്വീകരിക്കും, കറുത്ത ചെളി ശരീരത്തിൽ പതിച്ചാൽ അതും സ്വീകരിക്കും. ഏതൊന്നിനെയും സമചിത്തതയോടെ സ്വീകരിക്കുന്ന സ്വഭാവമുള്ള ആളാണ് എൻ്റെ ഗുരുനാഥൻ എന്ന് കവി വീണ്ടും പറയുന്നു. ഇല്ലിഹ സംഘം, അദ്ദേഹത്തിന് ഒന്നിനോടും കൂടുതലായിട്ട് ഇഷ്ടമില്ല. ഇല്ലിഹ സംഘം, ലേപം എന്നിവ. പിന്നെ അദ്ദേഹം എങ്ങനെയുള്ള ആളാണ്? സമ സ്വച്ഛമല്ലയോ? അദ്ദേഹം ശാന്തനാണ്, സ്വച്ഛനാണ്. എങ്ങനെ? ഏതുപോലെ? വിഹായസ് ഔവണ്ണം എൻ ഗുരുനാഥൻ. വിഹായസ്, ആകാശം. ആകാശം എങ്ങനെയാണ് ഇരിക്കുന്നത്? നീല നിറത്തില് വളരെ ശാന്തമായിട്ടാണ് നമ്മൾ ആകാശത്തെ കാണുന്നത് അല്ലേ? പല സമയത്തും ആകാശം അങ്ങനെ തന്നെയാണ്, ശാന്തമായിരിക്കും. ആ ആകാശത്തെ പോലെ ശാന്തനാണ് എൻ്റെ ഗുരുനാഥൻ എന്നും കവി
പറയുന്നു. വീണ്ടും കവി തുടരുകയാണ്. ശസ്ത്രമെന്നിയേ ധർമ്മസങ്കരം നടത്തുന്നോൻ. ശസ്ത്രം ആയുധം. ആയുധമില്ലാതെ, ശസ്ത്രമെന്നിയേ ആയുധമില്ലാതെ ധർമ്മസങ്കരം, സങ്കരം യുദ്ധം, ധർമ്മയുദ്ധം നടത്തുന്നവനാണ് എൻ്റെ ഗുരുനാഥൻ. ശരിയല്ലേ? ബ്രിട്ടീഷ് ഗവൺമെന്റ്, ബ്രിട്ടീഷ് രാജ്യം അനേക വർഷങ്ങളായിട്ട് നമ്മുടെ രാജ്യത്തെ അടിമകളെ പോലെ ഭരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മുടെ രാജ്യം അവരുടെ കൈവശമായിരുന്നു. അവരുടെ കയ്യിൽ നിന്നും നമ്മുടെ രാജ്യത്തെ സ്വതന്ത്രമാക്കാൻ വേണ്ടി മഹാത്മജി യുദ്ധം ചെയ്തു, യുദ്ധം ചെയ്തു, ധർമ്മസങ്കരം, ധർമ്മയുദ്ധം ചെയ്തു. പക്ഷേ ഇവിടെ തോക്കെടുത്തും വാളെടുത്തുമാണോ ഗാന്ധിജി യുദ്ധം ചെയ്തത്? ഒരിക്കലുമല്ല. അദ്ദേഹം എടുത്ത ആയുധം എന്താണ്? നമുക്കറിയാം, അഹിംസയാണ്. ആയുധങ്ങൾ അദ്ദേഹം വാളോ തോക്കോ ഒന്നും എടുക്കുന്നില്ല. ശസ്ത്രമെന്നിയെ, ആയുധമില്ലാതെ ധർമ്മയുദ്ധം നടത്തിയവനാണ് എൻ്റെ ഗുരുനാഥൻ. പുസ്തകമെന്നിയെ പുണ്യാധ്യാപനം പുലർത്തുന്നോൻ. പുസ്തകം ഇല്ലാതെ പുണ്യമായ അധ്യാപനം നടത്തിയവനാണ് എൻ്റെ ഗുരുനാഥൻ. എന്നുവച്ചാൽ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് അറിവ് പകർന്നു കൊടുത്തു അദ്ദേഹം എന്നർത്ഥം. സ്വന്തം ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് അറിവ് പകർന്നു കൊടുത്ത മഹത് വ്യക്തിയാണ് മഹാത്മജി, എൻ്റെ ഗുരുനാഥൻ എന്ന് കവി പറയുന്നു. ഔഷധമെന്നിയെ രോഗം ശമിപ്പിപ്പവൻ. ഔഷധമില്ലാതെ രോഗത്തെ ഇല്ലാതാക്കിയവൻ. ഹിംസാദോഷമെന്നിയെ യജ്ഞം ചെയ്തവൻ എന്നാചാര്യൻ. ഹിംസാദോഷം, മറ്റുള്ളവരെ കൊല്ലുക, അങ്ങനെയൊരു ദോഷമില്ലാതെ അദ്ദേഹം യാഗം നടത്തിയവനാണ് എൻ്റെ ആചാര്യൻ. അദ്ദേഹത്തിന് ഹിംസ ഒരിക്കലും ഇഷ്ടമായിരുന്നില്ല. അഹിംസയിൽ കാലൂന്നിയാണ്, ഉറപ്പിച്ച് നിന്നുകൊണ്ടാണ് അദ്ദേഹം ഓരോ യജ്ഞവും ഓരോ പ്രവൃത്തിയും ചെയ്തത്. ഇവിടെ ഗുരുവിനെ വിശേഷിപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ആയുധങ്ങളില്ലാതെ ധർമ്മയുദ്ധം ചെയ്തവൻ, പുസ്തകങ്ങളില്ലാതെ സ്വന്തം ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് അറിവ് പകർന്നു കൊടുത്തവൻ, ഔഷധമില്ലാതെ രോഗം ചികിത്സിച്ച് ഭേദമാക്കിയവൻ, അതുപോലെ ഹിംസയില്ലാതെ ഓരോ പ്രവൃത്തികളും ചെയ്തവൻ. ഇങ്ങനെയുള്ള ഗുണവിശേഷങ്ങൾ ചേർന്ന ആചാര്യനാണ് എൻ്റെ ഗുരുനാഥൻ എന്ന് കവി ഉറപ്പിച്ച് ഊർജ്ജസ്വലതയോടെ ആത്മധൈര്യത്തോടെ പറയുകയാണ്. കഴിഞ്ഞില്ല, കവി വീണ്ടും തുടരുന്നു. ശാശ്വതം അഹിംസയാണ് മഹാത്മാവിൻ വ്രതം. ആ മഹാത്മാവിന്റെ വ്രതം എന്താണ്? ജീവിതത്തിൽ മുഴുവൻ കാത്തു സൂക്ഷിച്ച ആ വ്രതം, ഏറ്റവും വലിയ ഒരു കാര്യം, അത് എന്നെന്നും നിലനിൽക്കുന്ന ശാശ്വതമായ അഹിംസയാണ്. അഹിംസ, ആ വാക്കുകളിലാണ് അദ്ദേഹം ഊന്നി നടന്നിരുന്നത്. ജീവിതത്തിൽ എന്നും അദ്ദേഹം പാലിച്ചിരുന്ന ഒരു തത്വമായിരുന്നു അഹിംസ. അതായിരുന്നു അദ്ദേഹത്തിന്റെ വ്രതം, ഒന്നിനെയും കൊല്ലാതിരിക്കുക. ശാന്തിയാണ് അവിടേക്ക് പരദേവത. അദ്ദേഹത്തിന്റെ പരദേവത, ഇഷ്ടദേവത ശാന്തിയായിരുന്നു, സമാധാനമായിരുന്നു. യുദ്ധങ്ങളില്ലാതെ സമാധാനത്തോടെയുള്ള ഒരു ലോകം അദ്ദേഹം സ്വപ്നം കണ്ടു. തന്റെ രാജ്യത്തെ സ്വതന്ത്രമാക്കാൻ വേണ്ടി അദ്ദേഹം അഹിംസാ മാർഗം സ്വീകരിച്ചു. അദ്ദേഹം സമാധാനം ഇഷ്ടപ്പെട്ടു. ഓതുമാറുണ്ടദ്ദേഹം, അദ്ദേഹം പറയാറുണ്ട്. എന്താണ് പറയുന്നത്? അഹിംസ മണിച്ചട്ട ഏതുടവാളിൻ കൊടുവായ്ത്തലമടക്കാത്തു. അഹിംസയാകുന്ന ആ മണിച്ചട്ട, പടച്ചട്ട, യുദ്ധം ചെയ്യുമ്പോൾ സൈനികർ പടച്ചട്ട ധരിക്കാറുണ്ടല്ലോ. എന്തിനാണ് പടച്ചട്ട? അക്കാലത്തെ യുദ്ധങ്ങൾ ഇന്നത്തെ പോലെ തോക്കും അല്ലെങ്കിൽ അണ്വായുധങ്ങളൊന്നും ഉപയോഗിച്ചല്ലല്ലോ, വാളും കുന്തവും ഒക്കെ ഉപയോഗിച്ചാണ് യുദ്ധം ചെയ്യുക പണ്ട് കാലത്ത്, രാജഭരണമൊക്കെ ഉള്ള കാലത്ത്. അപ്പോൾ ഈ മൂർച്ചയുള്ള വാള് ശരീരത്തിൽ കൊള്ളുമ്പോൾ ശരീരത്തിൽ അത് ഏൽക്കരുത്, മുറിവുണ്ടാകരുത്. അതിന് ശരീരത്തിൽ ധരിക്കുന്ന ഒരു ആവരണമാണ് പടച്ചട്ട. ഇവിടെ മൂർച്ചയുള്ള വാള് ഈ അഹിംസയാകുന്ന പടച്ചട്ടയാണ് ധരിച്ചിരിക്കുന്നത്. അതിൽ വന്നു കൊള്ളുമ്പോൾ എന്താണ് സംഭവിക്കുക? ആ മൂർച്ചയുള്ള കൊടും വാളിന്റെ വായ്ത്തല മടക്കാത്തു,
മടങ്ങിപ്പോകും എന്ന് പറയുന്നു. വായ്ത്തല മടങ്ങിപ്പോകും, അതിന്റെ മൂർച്ച നഷ്ടപ്പെട്ട് അത് മടങ്ങുന്നു എന്ന് അദ്ദേഹം പറയുന്നു. അപ്പോൾ അഹിംസയാകുന്ന പടച്ചട്ടയുടെ മുമ്പിൽ എത്ര മൂർച്ചയേറിയ വാളിനും നിലനിൽപ്പില്ല എന്നർത്ഥം. ഇവിടെ അഹിംസയുടെ പ്രാധാന്യമാണ് കവി അല്ലെങ്കിൽ ഗുരുനാഥൻ ആയ ഗാന്ധിജി ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഇന്നത്തെ കാലത്തേക്കൊന്ന് ചിന്തിച്ചു നോക്കൂ. ഗാന്ധിജിയുടെ ഈ സിദ്ധാന്തത്തിന് ഇന്ന് വല്ല പ്രാധാന്യവുമുണ്ടോ? ഒരിക്കലുമില്ല. ഓരോ രാജ്യങ്ങളും യുദ്ധത്തിൽ ഏർപ്പെടുമ്പോൾ അഹിംസ പാലിച്ചുകൊണ്ടാണോ അവർ യുദ്ധം ചെയ്യുന്നത്? അല്ല, അവർ മാരകമായ ആയുധങ്ങളാണ് പ്രയോഗിക്കുന്നത്. എത്രയെത്ര നിരപരാധികളാണ് ഇന്ന് യുദ്ധത്തിൽ കൊല്ലപ്പെടുന്നത്. ഇസ്രായേലും പാലസ്തീനും തമ്മിൽ, ഉക്രൈനും റഷ്യയും തമ്മിൽ, എന്തിനു വേണ്ട എല്ലാ രാജ്യങ്ങളും, പല പല രാജ്യങ്ങളും ഇന്ന് പരസ്പരം യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. അതിന്റെ ഫലമോ നിരവധി നിരവധി നിരപരാധികളായ ആളുകളും സൈനികരും കൊല്ലപ്പെടുന്നു. അഹിംസ എന്ന സിദ്ധാന്തത്തിന് ഇന്നത്തെ കാലത്ത് ഒരു പ്രാധാന്യവുമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. അടുത്ത ഭാഗത്ത് കവി തന്റെ ഗുരുനാഥനെ ഈ ഭൂമിയിൽ ജീവിച്ച പുണ്യപുരുഷന്മാരോടും മഹാന്മാരോടും ഈശ്വര സാന്നിധ്യമുള്ള മഹത്വ വ്യക്തികളോടും സാമ്യപ്പെടുത്തുന്നത് നമുക്ക് കാണാം. ക്രിസ്തുദേവന്റെ പരിത്യാഗശീലവും. ഭൂമിയിൽ ജനിച്ച ദൈവപുത്രനാണ് ക്രിസ്തുദേവൻ. അദ്ദേഹം സാധാരണക്കാരിൽ സാധാരണക്കാരനായി പാവപ്പെട്ടവർക്കു വേണ്ടി തന്റെ ജീവിതം ഉപയോഗിച്ചു. മറ്റുള്ളവരുടെ പാപങ്ങൾ അദ്ദേഹം ഏറ്റുവാങ്ങി. കുറ്റം ചെയ്യാത്തവനായിട്ടും അദ്ദേഹം ശിക്ഷിക്കപ്പെട്ടു. അദ്ദേഹത്തെ കുരിശിലേറ്റി കൊല്ലുകയാണ് ചെയ്തത്. അപ്പൊ അദ്ദേഹത്തിന്റെ ആ പരിത്യാഗം, മറ്റുള്ളവർക്ക് വേണ്ടി സ്വന്തം ജീവൻ അല്ലെ മറ്റുള്ളവരുടെ പാപങ്ങൾ സ്വയം ഏറ്റുവാങ്ങുക, അങ്ങനെയുള്ള ആ പരിത്യാഗശീലവും സാക്ഷാൽ കൃഷ്ണനാം ഭഗവാന്റെ ധർമ്മരക്ഷോപായവും, സാക്ഷാൽ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ഭൂമിയിൽ ധർമ്മം കാത്തു സൂക്ഷിക്കുന്നതിന് ഏതു മാർഗവും സ്വീകരിക്കാം എന്ന് അദ്ദേഹം ഉപദേശിക്കുകയുണ്ടായി. ധർമ്മം കാത്തു സൂക്ഷിക്കുന്നത്. മഹാഭാരത യുദ്ധത്തിൽ കൗരവരും പാണ്ഡവരും തമ്മിൽ യുദ്ധത്തിൽ ഏർപ്പെട്ടപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ പാണ്ഡവ പക്ഷത്താണ് നിന്നത്. യുദ്ധത്തിൽ പല സമയങ്ങളിലും അദ്ദേഹം പാണ്ഡവർക്ക് ധർമ്മം കാത്തു സൂക്ഷിക്കുന്നതിന്, ജയിക്കുന്നതിന് ധർമ്മരക്ഷാ മാർഗങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഉള്ള ഭഗവാൻ കൃഷ്ണന്റെ ധർമ്മരക്ഷാ മാർഗങ്ങളും ധർമ്മരക്ഷോപായവും, ഭഗവാൻ കൃഷ്ണന്റെ ആ ധർമ്മരക്ഷോപായവും നമ്മുടെ മഹാത്മജിയിലുണ്ട്. കൂടാതെ ബുദ്ധന്റെ അഹിംസ എന്ന ആ ഒരു സിദ്ധാന്തത്തിന് ആദ്യമായിട്ട് രൂപം കൊടുത്തത് ശ്രീ ബുദ്ധനാണ്. രാജകുമാരനായിട്ട് ജനിച്ച ആ മഹത് വ്യക്തി അതെല്ലാം ഉപേക്ഷിച്ച് ഒരു ഭിക്ഷാന്തേഹിയായി മാറുന്ന ചരിത്രമാണ് നമ്മൾ അദ്ദേഹത്തിന്റെ കഥയിൽ കാണുന്നത്. അദ്ദേഹം അഹിംസയിൽ പദമൂന്നിയാണ്, അഹിംസാ സിദ്ധാന്തത്തിൽ ഉറച്ചുകൊണ്ടാണ്, അത് മറ്റുള്ളവർക്ക് കൂടി ബോധ്യമാക്കിയാണ് തന്റെ ജീവിതം കഴിച്ചുകൂട്ടിയത്. അങ്ങനെയുള്ള ആ ബുദ്ധദേവന്റെ അഹിംസയും ശങ്കരാചാര്യരുടെ ബുദ്ധിശക്തിയും. ശങ്കരാചാര്യർ കേരളത്തിൽ കാലടിയിൽ ജനിച്ചു. വളരെ ചെറുപ്പത്തിൽ തന്നെ വലിയ വലിയ പണ്ഡിതരോട് വാദപ്രതിവാദങ്ങളിൽ ഏർപ്പെട്ട് ജയിക്കുകയുണ്ടായി. അതീവ ബുദ്ധിശാലിയായിരുന്നു ശങ്കരാചാര്യർ. ആ ശങ്കരാചാര്യരുടെ ബുദ്ധിശക്തിയും തന്റെ ഗുരുവിന് ലഭ്യമായിട്ടുണ്ടെന്ന് കവി പറയുന്നു. രന്തിദേവന്റെ ദയാവായ്പും. ആരാണ് രന്തിദേവൻ? ഭാരതത്തിൽ ജീവിച്ചിരുന്ന ഒരു രാജാവ്. അതീവ ദയാലുവായിരുന്നു, കൃപയുള്ളവനായിരുന്നു രന്തിദേവൻ. തനിക്ക് ഉണ്ടായിരുന്നതെല്ലാം പാവപ്പെട്ടവർക്ക് ദാനം ചെയ്ത് അവരുടെ ബുദ്ധിമുട്ടുകൾ മാറാൻ വേണ്ടി എല്ലാം നൽകി. ഒടുവിൽ ഭാര്യയും മകനുമൊത്ത് ഒരു ഭിക്ഷാന്തേഹിയായിട്ട് ഒരു കാട്ടിൽ 47 ദിവസം അദ്ദേഹം ഒരു ഭക്ഷണവും കഴിക്കാതെ അങ്ങനെ ജീവിക്കുന്നു. വലിയ വിശപ്പോടും ക്ഷീണത്തോടും കൂടി ജീവിക്കുന്ന ആ 48ാമത്തെ ദിവസം അദ്ദേഹത്തിന് കുറച്ച് ഭക്ഷണം കിട്ടുകയുണ്ടായി. അത് കഴിക്കാൻ
തുടങ്ങുന്ന സമയത്ത് ദേവന്മാർ വേഷപ്രച്ഛന്നരായി അദ്ദേഹത്തെ പരീക്ഷിക്കാൻ അവിടെ എത്തുന്നു. അവർ അദ്ദേഹത്തോട് ആ ഭക്ഷണം യാചിക്കുകയാണ്. 47 ദിവസം ഒന്നും കഴിക്കാതിരുന്നിട്ടാണ് ഈ അല്പഭക്ഷണം ലഭിച്ചത്. എന്നിട്ടും രന്തിദേവൻ ഒട്ടും തന്നെ വിഷമമില്ലാതെ സന്തോഷത്തോടെ ആ ഭക്ഷണം വേഷപ്രച്ഛന്നരായി വന്ന ദേവന്മാർക്ക് നൽകുന്നു. രന്തിദേവന്റെ ആ ഒരു ദയാവായ്പ് എത്ര വലുതാണെന്ന് നോക്കൂ. ദേവന്മാർ സംപ്രീതരായി രന്തിദേവന് എല്ലാവിധ അനുഗ്രഹങ്ങളും പിന്നീട് കൊടുക്കുന്നു. അങ്ങനെയുള്ള രന്തിദേവന്റെ ദയാവായ്പും ശ്രീ ഹരിശ്ചന്ദ്രനുള്ള സത്യവും, സത്യത്തെ മുറുകെ പിടിച്ച് ജീവിച്ച രാജാവാണ് ഹരിശ്ചന്ദ്രൻ. സത്യത്തിനു വേണ്ടി സ്വന്തം രാജ്യം, ഭാര്യയെയും മകനെയും അടിമച്ചന്തയിൽ വിൽക്കൽ, ഒടുവിൽ ഒരു ശ്മശാനത്തിൽ ചണ്ടാളനായിട്ട് ജോലി ചെയ്യൽ, ഇതെല്ലാം അനുഷ്ഠിച്ച വ്യക്തിയാണ് ഹരിശ്ചന്ദ്രൻ. എല്ലാം സത്യം പാലിക്കുന്നതിനു വേണ്ടി ഒടുവിൽ എല്ലാം തനിക്ക് തിരിച്ച് ലഭ്യമാകുന്നതോടെ ഹരിശ്ചന്ദ്രന്റെ കഥ അവസാനിക്കുകയാണ്. അദ്ദേഹം വളരെ കാലം വീണ്ടും സത്യത്തെ മുറുകെ പിടിച്ചുകൊണ്ട് രാജ്യം പരിപാലിച്ചു എന്നാണ് കഥ പറയുന്നത്. ആ ഹരിശ്ചന്ദ്രന്റെ സത്യം അത് നമ്മുടെ ഗുരുവിലുണ്ടെന്ന് കവി പറയുന്നു. ശ്രീ ഹരിശ്ചന്ദ്രനുള്ള സത്യവും അതുപോലെ മുഹമ്മദിൻ സ്ഥൈര്യവും, മുഹമ്മദ് നബി അദ്ദേഹത്തിന്റെ സ്ഥൈര്യം, ഏതു കാര്യത്തിലുമുള്ള ആ ഒരു സ്ഥിരത, അതും ഒരാളിൽ ഒത്തുചേർന്നൊത്തുകാണണമെങ്കിൽ ഈ മേൽപ്പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒരാളിൽ ഒത്തുചേർന്നിട്ടുണ്ട്. അതാരാണ്? നമുക്കറിയാം ആരാണെന്ന്. ആരാണ്? നമ്മുടെ മഹാത്മജി. എന്തെല്ലാം ഗുണങ്ങളാണ് കവി അദ്ദേഹത്തിൽ കാണുന്നത്? ക്രിസ്തുദേവന്റെ പരിത്യാഗശീലം, സാക്ഷാൽ ഭഗവാൻ കൃഷ്ണന്റെ ധർമ്മരക്ഷോപായം, ബുദ്ധന്റെ അഹിംസ, ശങ്കരാചാര്യരുടെ ബുദ്ധിശക്തി, രന്തിദേവന്റെ ദയാവായ്പ്, ശ്രീ ഹരിശ്ചന്ദ്രന്റെ സത്യം, മുഹമ്മദിന്റെ സ്ഥൈര്യം, ഇതെല്ലാം ഒത്തുചേർന്നിട്ടുള്ള എന്റെ ഗുരുനാഥൻ. അദ്ദേഹത്തെ കാണണമെങ്കിൽ നിങ്ങൾ ചെല്ലൂ. എവിടേക്ക്? ആ എന്റെ ഗുരുവിന്റെ ഭവാന്മാര് എന്റെ ഗുരുവിന്റെ നികടത്തിലേക്ക്, നികടം സമീപത്തിലേക്ക് ചെല്ലൂ, എന്റെ ഗുരുവിന്റെ അടുത്തേക്ക് ചെല്ലൂ. അങ്ങനെ ചെല്ലുമ്പോൾ ഞാൻ ഈ പറഞ്ഞതെല്ലാം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനി നിങ്ങൾക്ക് ഗുരുവിന്റെ അടുത്തേക്ക് ചെല്ലാൻ സാധിച്ചില്ലെങ്കിൽ, അദ്ദേഹത്തെ കാണാൻ സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ എന്തു ചെയ്യണം? അല്ലായെങ്കിൽ അവിടുത്തെ ചരിത്രം വായിക്കുവിൻ. അദ്ദേഹത്തിന്റെ ചരിത്രം, അദ്ദേഹത്തിന്റെ ജീവിത കഥ അത് നിങ്ങൾ വായിക്കുവിൻ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാം മനസ്സിലാകും. അദ്ദേഹം വികാരാധീനനാകുന്നു കവി. തത്ര ഭവൽപാദം ഒരിക്കൽ ദർശിച്ചെന്നാൽ, അദ്ദേഹത്തെ ഒരു പ്രാവശ്യം കണ്ടാൽ എങ്ങനെയായിത്തീരും? നോക്കൂ, കാതരൻ അതിധീരനാകും. കാതരൻ, ഒട്ടും ധൈര്യമില്ലാത്തവൻ, ഒരു പേടിത്തൊണ്ടൻ, അവൻ അതിധീരനാകും, നല്ല ധൈര്യമുള്ളവനാകും. കർക്കശൻ കൃപാവശനാകും. കർക്കശ സ്വഭാവമുള്ളവൻ, പിടിവാശിക്കാരൻ, അവൻ എങ്ങനെയുള്ളവനാകും? നല്ല ദയയുള്ളവനാകും, കൃപയുള്ളവനാകും. പിശുക്കൻ പ്രധാനോൽക്കനാകും. പിശുക്കൻ, ആർക്കും ഒന്നും കൊടുക്കുകയില്ല, കയ്യിൽ ഇഷ്ടം പോലെയുണ്ട്, പക്ഷെ ഭയങ്കര പിശുക്കാണ്. അങ്ങനെയുള്ള പിശുക്കൻ ഒരു പ്രധാനോൽക്കൻ, നല്ല ഒരു ദാനധർമ്മിയാകും, ആർക്കും എന്തും കൊടുക്കുന്നവനാകും. പിശുനൻ സുവചനനാകും. പിശുനൻ നല്ലതൊന്നും പറയില്ല, എല്ലാവരെയും കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു ഏഷണിക്കാരൻ. അങ്ങനെയുള്ള ഒരു പിശുനൻ നല്ല വാക്കുകൾ പറയുന്നവനാകും, നല്ലത് മാത്രം പറയുന്നവനാകും, സുവചനനാകും. ഇനി അശുദ്ധൻ, ശുദ്ധിയില്ലാത്തവനാണെങ്കിലോ പരിശുദ്ധനാകും. അലസൻ, ഒന്നും ചെയ്യാത്ത അലസൻ, മടിയുള്ളവൻ സദായാസനാകും, അലസതയില്ലാത്തവനാകും. അപ്പൊ അദ്ദേഹത്തെ ഒരു പ്രാവശ്യം ദർശിച്ചാൽ എന്തെല്ലാം ഗുണങ്ങളാണ് ആളുകൾക്ക് ലഭ്യമാകുക. അതുപോലെയുള്ള ഒരു മഹത് വ്യക്തിത്വമാണ് തന്റെ ഗുരുവിനുള്ളത് എന്ന് കവി പറയുകയാണ്. എത്ര ദോഷങ്ങൾ നിറഞ്ഞ മനുഷ്യരും അദ്ദേഹത്തെ ഒരു പ്രാവശ്യം കാണുമ്പോൾ ആ ദോഷങ്ങളെല്ലാം മാറി അവർ നല്ല സത് മനുഷ്യരായിട്ട്, നല്ല ഗുണങ്ങളുള്ള മനുഷ്യരായിട്ട് മാറും. ഗീതയ്ക്കു മാതാവായ ഭൂമിയെ
ദൃഢമിതുമാതിരി ഒരു കർമ്മയോഗിയെ പ്രസവിക്കൂ. മഹാത്മജിയെ കവി ഒരു കർമ്മയോഗിയായി കാണുന്നു. ഇത്തരത്തിലുള്ള ഒരു കർമ്മയോഗിക്ക് ജന്മം നൽകാൻ സാധിക്കുക ഭഗവത്ഗീതയ്ക്ക് ജന്മം കൊടുത്ത പുണ്യഭൂമിയായ ഭാരതത്തിനു മാത്രമേ സാധിക്കൂ. ഭഗവത്ഗീത ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനന് ഉപദേശിച്ചു കൊടുത്ത മഹത് തത്വങ്ങളടങ്ങിയ ഗ്രന്ഥം. ഹിമവത് വിന്ധ്യാചല മധ്യദേശത്തെ കാണൂ, ശമമേ ശീലിച്ചഴും ഇത്തരം സിംഹത്തിനെ. ശമം, മനോവികാരങ്ങൾ അതെല്ലാം ഒഴിവാക്കി ജീവിച്ച സിംഹത്തിന് തുല്യനായ ആ വ്യക്തിത്വത്തെ, മഹാത്മജിയെ ഹിമവത് വിന്ധ്യാചല മധ്യദേശത്തു മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. ഗംഗയാർ ഒഴുകുന്ന നാട്ടിലേക്ക് ശരിക്കിത്ര മംഗളം കായ്ക്കും കൽപ്പപാദപമുണ്ടായി വരൂ. ഗംഗയാർ ഒഴുകുന്ന നാട് നമ്മുടെ ഇന്ത്യ. ആ നാട്ടിൽ മാത്രമായിരിക്കും മംഗളം കായ്ക്കുന്ന, മംഗളം വരുത്തുന്ന കൽപ്പപാദപം ഉണ്ടാകൂ. കൽപ്പപാദപം, കൽപ്പവൃക്ഷം, അത് ദേവലോകത്തെ ഒരു വൃക്ഷമാണ്. കൽപ്പവൃക്ഷത്തിന്റെ പ്രത്യേകത അത് ചോദിക്കുന്നതെന്തും നൽകും എന്നതാണ്. ഇവിടെ തന്റെ ഗുരുനാഥനെ കവി കൽപ്പവൃക്ഷമായി കാണുന്നു. ഗംഗാനദി ഒഴുകുന്ന നാട്. ഭാരതത്തിന്റെ ഒരു പുണ്യ നദിയാണ് ഗംഗ. ഗംഗയിൽ മുങ്ങിക്കുളിച്ചാൽ ചെയ്ത പാപങ്ങളൊക്കെ തീരും എന്നാണ് വിശ്വാസം. അത്രയ്ക്ക് പുണ്യം നിറഞ്ഞ ആ ഗംഗാനദി ഒഴുകുന്ന നാട്ടിൽ ഐശ്വര്യത്തെ എത്തിക്കുന്ന കൽപ്പവൃക്ഷമായിട്ട് കവി തന്റെ ഗുരുനാഥനായ മഹാത്മജിയെ കാണുന്നു. ഇത്രയുമാണ് ഈ കവിതയുടെ ആശയം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഈ പദ്യഭാഗത്തിന്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമായിട്ട് വരാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.